കൊല്ലം പത്തനാപുരത്ത് വ്യാജ സ്വർണം നിർമ്മിച്ച ശേഷം പണയം വെച്ച കോടികളുടെ തട്ടിപ്പ്. സ്വകാര്യ ബാങ്കിന്റെ 3 ശാഖകൾ വഴി മാത്രം നടന്നത് 1.6 കോടി രൂപയുടെ തട്ടിപ്പ്. സംഭവത്തിൽ മാങ്കോട് സ്വദേശി മുഹമ്മദ് ഷബീറിനെ പോലീസ് പിടികൂടി. 3 ബാങ്കുകളിലായാണ് പ്രതി വ്യാജസ്വർണം ഉപയോഗിച്ച് പണം തട്ടിയത്. ബാങ്കിൽ നടത്തിയ ഓഡിറ്റിലാണ് വ്യാജസ്വർണം കണ്ടെത്തിയത്. പിന്നാലെ ബാങ്ക് അധികൃതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വർണം പണയം വെച്ചയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളിൽ നിന്നാണ് മുഖ്യ സൂത്രധാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. മധ്യ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും പോലീസ് പറഞ്ഞു. 7 പേരുടെ പേരിൽ 3 ശാഖകളിലായാണ് മുക്കുപണ്ടം പണയം വെച്ചത്. പത്തനാപുരം കുണ്ടയത്തും കലഞ്ഞൂരിലെ സ്വകാര്യ ബാങ്കിലും വ്യാജസ്വർണം പണയം വെച്ചതായി പോലീസ് കണ്ടെത്തി. മാസങ്ങളുടെ ഇടവേളകളിലാണ് തട്ടിപ്പ് നടന്നത്. പണയ വസ്തുവായി എത്തിച്ച വ്യാജസ്വർണം ആദ്യം ഉരച്ചു നോക്കും, ശേഷം മെഷീനിൽ പരിശോധിക്കും. ഈ 2 പരിശോധനകൾക്കും ശേഷമാണ് സ്വർണം പണയമായി സ്വീകരിക്കുന്നത്. മെഷീൻ പരിശോധനയിലും വ്യാജസ്വർണം പിടിക്കപ്പെട്ടില്ല. ബാങ്കുകളിൽ എത്തിച്ച വ്യാജസ്വർണത്തിൽ ഒരിക്കൽ പോലും സംശയം തോന്നിയിട്ടില്ലെന്ന് ബാങ്ക് ജീവനക്കാർ പറയുന്നു. തട്ടിപ്പിന്റെ പ്രധാന കണ്ണികളെ തേടി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊല്ലം.